സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മരിച്ചു വീട്ടിലെ അംഗങ്ങളെ, നമ്മുടെ നാടിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ സ്വന്തം എന്തുണ്ട് പേര്? ബാലേട്ടെ. എന്ത് പേര്? മഞ്ഞപ്പാലോ. ആ, മഞ്ഞപ്പാലം ബാലേട്ടന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. അഭിവാദ്യങ്ങളല്ല, ആദരാഞ്ജലികളും നേരുകയാണ്. എന്ത് നല്ല മനുഷ്യനെ ഇന്നലും കൂടെ ഞാൻ കണ്ടല്ലേ. ഇവിടെ മരിക്കണതിന് തൊട്ട് മുമ്പേ എല്ലാവർക്കും ജീവൻ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും കാണാം. സ്വന്തം നാടിനെക്കാട്ടും സ്നേഹം നമ്മുടെ നാടിനോടാണ് ഈ മനുഷ്യന്. അത് നാടിനോട് സ്നേഹം ഉണ്ടായിട്ടല്ല, അത് ആ കുറുക്കമുത്തിന് കൂടെ വെള്ളടിക്കാൻ വരുന്ന മുന്തിയ മുതലൊന്നല്ലേ. അതും ശരിയാ. എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞ എന്നോട് ഒരുപാട് നേരം ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റൂല, പെട്ടെന്ന് എടുക്കണം. വെള്ളത്തിൽ വീണ് മരിച്ചല്ലേ, കുറച്ച് കഴിയുമ്പോ ചീഞ്ഞളിഞ്ഞു പോവും. ചീഞ്ഞളിയാതെന്താ ഐക്കോറി ശോഭേച്ചിനൊന്ന് കാണിക്കട്ടല്ലേ. ഓള് പൊട്ടി പൊട്ടി കരഞ്ഞകത്ത് ബോധം കെട്ട് കിടക്കുകയാണ് മോനെ. ചൂടുവെള്ളം പറഞ്ഞാലും കൂടെ ഓള് എണീറ്റ് വരൂല. ഓക്കെ ഇനി ഈ മുഖം കാണണ്ടാന്ന്. ഓളെ മനസ്സിൽ വേറെ ഒരു മുഖമുണ്ട്. കാലാകാലം അത് കണ്ടാ മതിന്ന്. മോനെ കുറുക്ക, ഈയും പോരിന്റെ കൂടെ പരലോകത്തേക്ക് നമുക്ക് അവിടെ അടിച്ച് പൊളിക്കുക. ഞാൻ എന്തായാലും വരും ബാലേട്ടാ, ഞാൻ എന്തായാലും വരൂ. ബാലേട്ടൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച് ഞാൻ മാത്രമേ കേട്ടുള്ളൂ. എനിക്ക് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. ബാലേട്ടാ, ബാലേട്ടാ. ഇവനാര്? നന്ദനത്തിലെ ബാലാമണിയാണ്. നന്ദനത്തിൽ ബാലാമണി? അങ്ങനെ ഒരു കുട്ടീന്റെ വാർഡില്ലല്ലോ. നന്ദൻ എന്ന് പറഞ്ഞ വീട്ടുപേരല്ല, അതൊരു സിനിമാ പേരാ. ഓ, അതെന്റെ പെണ്ണുങ്ങൾ പറഞ്ഞ? അല്ലല്ല, അതെനിക്ക് ആദ്യം അറിയാം. അതെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് അറിയാലോ. മുത്തോന്റെ പെരടി അടിച്ചാന്നിരിക്കും. മര്യാദക്ക് എണിച്ച് പോയി കഴിഞ്ഞു. അയ്യോ പ്രേതോ, മിണ്ടാതിരിക്കടോ. മനുഷ്യൻ സ്വസ്ഥായിട്ടൊന്ന് കിടന്നുറക്കാൻ സമ്മതിക്കല്ലേ. ഇവൻ ഇവിടെ എത്തിയോ? ലക്ഷണം കെട്ടോ. കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല വെച്ചാ 4-5 മണിക്കൂർ ഗതി കിട്ടാണ്ട് വെള്ളത്തിൽ നീന്തുക. അപ്പോഴാ ലക്ഷണം കെട്ടോന്റെ നിലവിളി. കാവേരിയിൽ ഒഴുകി വന്ന പൊണ്ണെ പൊടിച്ചേ, നാം പൊണ്ണെ പൊടിച്ചേ, കാവേരിയിൽ ഒഴുകി വന്ന്. എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇയാള് നല്ല തരികിടിയാന്ന്. ഇയല്ലേ പറഞ്ഞ തറവാടിയാന്ന്. എന്റെ തറവാടിയാണ് കിടക്കുന്നത്. പൊണ്ണെ പൊടിച്ച്. അപ്പൊ ഞാൻ തമിഴ്നാട് വരെ തോണി തൊഴിഞ്ഞു പോയത് വെറുതെയായി. ഇങ്ങനെ പുഴയിലൊഴുകി നടക്കുന്ന പെണ്ണുങ്ങളെയും പിടിച്ച് നടന്നോ? അന്റെ ശോഭേന്റെ മനസ്സിലെ വേറെ ഒരുത്തന്റെ മുഖം പോലെ അന്റെ മുഖം മത്തിച്ചളിക്ക പറിച്ച മാതിരിയാണ്. ഇത് ഞാൻ പണ്ടേ ഊഹിച്ചതാ, ഓളെ മനസ്സിൽ വേറെ ആരോ ഉണ്ട് എന്നുള്ളത്. രണ്ടിനെ ഒരു ദിവസം ഞാൻ പിടിക്കും. ആ ശോഭനൊക്കെ എടുത്ത് കിണറിലിടേണ്ട കാലം കഴിഞ്ഞു. മിക്കവാറും തറവാട് ഭാഗം വെക്കുന്നതോടുകൂടി ഞാനത് ചെയ്യും. എനിക്ക് ആരും വേണ്ട, എനിക്കെന്റെ റോജമോള് മതി. എണ്ണ ഞാൻ കൊണ്ടുത്തരാം. അളിയന് മക്കി പൊരിക്കാണ്ട്. അല്ല, ഞാൻ നിങ്ങൾ പോയാ മതി. ഞാൻ ഞാൻ കുപ്പി എടുക്കട്ടെ, വരാൻ വരി. തല്ല്? ഇനി എന്താ കുറുക്ക പറയുന്നത്? അയ്യോ മജീദ്. ഏത് മജീദ്? മൈക്ക് മജീദ്. അയ്യോ, എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കോഴിക്കുട്ടികളെ കൊടുക്കണ ദിവസം അതൊന്ന് ഉദ്ഘാടനം ചെയ്യട്ടെ. ഞാൻ പോയിട്ട് വരാം. ഈ ഇവിടെ നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നോക്കി നടത്തുക. എനിക്കിന്ന് പറ്റൂല കേട്ടോ. പെണ്ണുങ്ങൾ കുടുംബശ്രീ ഇല്ല, ചീത്ത വെക്കോ? ആണോ? നമ്മൊരു കാര്യം ചെയ്യാം, ഈ വഴിക്ക് പോവാം. ഇതാണ് എളുപ്പം. അതാണ്. അണ്ണാ, ഒരു ഗ്ലാസ് ടീ സാപ്പിട്ട് പോകോ. ഒരു ചൊറ തീർക്കാണ്ട്, പിന്നെ വരാം. ഓഹോ, അപ്പടിയാ.
നിങ്ങളാ ബിജു? ഞാൻ തന്നെയാ ബിജു, കിഴക്കേ തറവാട്ടിലെ ഇളയ സന്തതി. എന്തായാലും നിങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കണ്. പിന്നെ ഞാൻ കസാരയും മേശയൊക്കെ വന്ന പിന്നെ 10 താർപ്പായ പറഞ്ഞിരുന്ന് 8 ഉള്ളൂ. 2 ഞാൻ ഇപ്പം എത്തിച്ചേരും. പിന്നെ ചെമ്പ് പാത്രങ്ങളൊക്കെ അടുത്ത വണ്ടിക്ക് വരുന്നുണ്ട്. എവിടെ പന്തലിട്ട് സ്ഥലം പറഞ്ഞു? ഇത്രയും സാധനം ഇവിടെ കൊണ്ടുവരാൻ ആരാ പറഞ്ഞത്? ഇവിടുന്ന് ഓർഡർ വിളിച്ചു പറഞ്ഞല്ലേ? ആര്? കേക്കാ തറവാട്ടിന്ന് ഓർഡർ വിളിച്ചു പറഞ്ഞല്ലേ? കേക്കാ തറവാട്ടിൽ എന്തെങ്കിലും സാധനം കൊണ്ടുവരണോ ഞാനോ ഏട്ടനോ പറയണോ? പിന്നുള്ള ഒരു അളിയനെ കാര്യം അത്ര കാര്യമാക്കാനില്ല. ഇത്രയും തിരക്കിന്റെ ഇടയ്ക്ക് ഈ ഓർഡർ വിളിച്ചു പറഞ്ഞും കണ്ട് ഇങ്ങനത്തെ വർത്താനം പറയാൻ നിൽക്കരുത്. ഇത്രയും തിരക്കിന്റെ ഇടയ്ക്ക് ഓർഡർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ടല്ല പറയണ്ട്. നിങ്ങൾ അച്ഛന്റെ സബ്സിഡിക്ക് ഞാനല്ല ഇവിടെ പരിപാടി നടത്തി. അച്ഛന്റെ സബ്സിഡിയോ? പ്രായം കഴിഞ്ഞാൽ നടത്തുന്ന പരിപാടിയില്ലേ? ഏട്ടാ ഇത് എന്താ പറയുന്നത്? എടാ ബിജു, അത് അച്ഛന്റെ സപ്തതി. അന്ന് ഞാനാ പന്തല് മേശയ്ക്ക് കസാരയും കൊണ്ടുവന്നത്. എടോ അത് 10 കൊല്ലം മുന്നേ അല്ലേ? അതിന്റെ പൈസ ഒക്കെ കണക്ക് തീർത്ത് അന്ന് തന്നിട്ടില്ലേ? അന്ന് തന്നിട്ടുണ്ട്. ഇന്ന് മേശയും കസാരയും പന്തലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കിട്ടാലും വിട്ടില്ലെങ്കിലും അതിന്റെ പൈസ മൈക്ക് മജീദ് മേടിച്ചിരിക്കും. വാങ്ങിച്ചേ ഇവിടുന്ന് പോകും. പൈസ കിട്ടാണ്ട് മജീദ് ഇവിടുന്ന് പോവില്ല. കൊലായിൽ കുത്തിരുന്ന് ഞാൻ സമരം ചെയ്തിരിക്കും. എന്നാലും ഞാൻ പോയി കുത്തുന്ന സമരം ചെയ്തോ? ചപ്പാത്തി സ്വാമിന്റെ അടുത്ത് പോയി കുത്തുന്നു. പൈസ കിട്ടാണ്ട് ഞാൻ പോവില്ല മോനെ. അസ്സലാമലൈക്കും. വണക്കം വണക്കം. അല്ലടാ, ഈ വെള്ളിനക്കണ്ടി ദേവിന്റെ മോനല്ലേ? ഈ എന്താ നമ്പൂരി ചെയ്ത്? നമ്പൂരൊന്നല്ലെന്ന്, ഇത് വാലട്ടെ ശോഭിച്ചിന്റെ ഭർത്താവാ. മൂപ്പര പുഴയില് വീണിട്ടെ കുത്തൊഴുക്ക് പെട്ടോണ്ട് ഒലിച്ചോണ്ട് പോയി. ബാക്കിൽ തോണി ഞാൻ തുഴഞ്ഞ് അവസാനം 2 ആളും കൂടി തമിഴ്നാട്ടിലെത്തിപ്പോയി. അവിടെ നിന്ന് മുമ്പ് മരിച്ചു വിചാരിച്ചിട്ട് ബോഡി കൊണ്ട് കൊണ്ടുവന്നതാ. ഭാഗ്യത്ര ജീവൻ തിരിച്ചിട്ട്. ബിജു, എന്താളിയാ? ഞാൻ വീടിന്റെ ആധാരം അടിയാധാരമൊക്കെ എടുത്തിട്ട് നമുക്ക് വില്ലേജ് പോണം. ഓ, ആധാരം അടിയാധാരക്കല്ലേ? അത് ഞാൻ എടുത്തു വെക്കട്ടോ. ഏട്ടാ ഒന്നും കൂടുവാ. ഏട്ടനും അനിയനും കൂടെ പെങ്ങളെ ഭർത്താവിന്റെ പേർക്ക് സ്വത്ത് വീതം വെക്കാനുള്ള പരിപാടിയാണ്. ഇതിന്റെ ഏടത്തിന്റെ സ്വത്താ, ഇതിൽ എനിക്കും അവകാശമുണ്ട്. അങ്ങനെ ഇപ്പൊ വരും. വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഉണ്ടാക്കണ്ട, ഞാൻ കാണിച്ചു കൊടുക്കാം. ചപ്പാത്തി തമ്മി കഥ പറയുന്നത്. അങ്ങനെ ഞാനേ കാവേരി നദിയിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് ഒഴുകി അങ്ങനെ പോവുക. ഒഴുകി പോയി. കേരളത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴുകാണ്. അങ്ങനെ ഒഴുകി ഞാൻ ഒരു പാലത്തിന്റെ ചോട്ടിലെത്തി. പാലത്തിന്റെ മുകളിൽ നിറയെ ജന. ഒഴുകുന്ന കാണാനോ? ഞാൻ ഒഴുകി വരുന്നത് കാണാൻ. ആ സമയത്താണ് പാലത്തിന്റെ മുകളിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി താഴോട്ടൊരു ചാട്ട. ഞാനിങ്ങനെ മലന്ന് കിടക്കല്ലേ, എന്റെ മാറിലേക്ക് അവള് വന്ന് വീണ്. ഞാനൊരൊറ്റ പിടുത്ത. ആ പിടുത്തത്തില് ഞാൻ 2 ആളും കൂടെ താണു പോകുമ്പോ ഞാൻ അവളോട് ചോദിച്ചു എന്റെ പേരെന്താന്ന്. അവള് പറഞ്ഞു റോജ. ഞങ്ങൾ 2 ആളും ഒരു താണു പോകുമ്പോ ഞാനും പറഞ്ഞു എന്റെ പേര് ശരവണൻ എന്നാണ്. അതിന്റെ പേര് മാറ്റി പറഞ്ഞേ? തമിഴ്നാട്ടിലല്ലേ, അങ്ങനെ കിടക്കട്ടെ നേരെ. ആ പേര് പറഞ്ഞതിന്റെ പേരില് 3 ബക്കറ്റ് വെള്ളം ഞാൻ കുടിച്ച്. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല. ഓർമ്മ വന്നപ്പോ ഞാൻ തമിഴ്നാട്ടിലെ ഏതൊരു വലിയ ഹോസ്പിറ്റലിലാണ്. അവിടെ വെച്ചാ ഞാൻ അറിയുന്നത് ഈ പെൺകുട്ടി പ്രേമനൈരാശ്യം മൂലം എടുത്തു ചാടിയെന്നും അതിനെ ഞാൻ രക്ഷപ്പെടുത്തിയെന്നും അവിടെയൊക്കെ അങ്ങോട്ട് പറഞ്ഞ്. ഞാനത് തിരുത്താനും പോയില്ല. പിന്നെ അവിടെ നിന്ന് അറിയുന്നത് അത് അവിടുത്തെ ഒരു വലിയ പെരിയ കൗണ്ടർ മോളാണ്. പിന്നെ പറയണ്ടല്ലോ, എനിക്കവിടെ സ്വീകരണോട് സ്വീകരണ. അങ്ങനെ കിട്ടിയതാ ഈ മാല. എന്നെ? ഇനി എന്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹേ ബാക്കിയുള്ളൂ. അതെന്താ? ആ ശോഭനെ കിണറ്റി ചവിട്ടി തള്ളിട്ടിട്ട് ആ റോജനെ സ്വന്താക്കണം.